ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഒരു ദുരന്ത മുഖത്താണ്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് മേപ്പാടിയിലും ചൂരൽമലയിലും മുണ്ടക്കയിലും വലിയ ഒരു ദുരന്തമാണ് നേരിട്ടത്, കേരളം സാക്ഷ്യം വഹിച്ചത്. ആ നടുക്കത്തിൽ നിന്ന് നാം ഇന്നും പിന്മാറിയിട്ടില്ല. തീർച്ചയായിട്ടും മരിച്ചുപോയ എല്ലാ ഹതഭാഗ്യർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കാഴ്ചപ്പാട്. ഇന്നത്തെ ചർച്ച മേപ്പാടി ദുരന്തം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് TR പ്രദീപ് സാറാണ്. സാർ ഒരിക്കൽ ഈ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ കാഴ്ചപ്പാടിലുണ്ടായിരുന്നു. ഇപ്പോൾ സവിശേഷമായൊരു സാഹചര്യത്തിൽ പ്രദീപ് സാറിനെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഷിരൂർ വിഷയവുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പുണ്ടായ ദുരന്തങ്ങളിലുമൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത് പ്രസിദ്ധനാണ് TR പ്രദീപ് സാർ. സാർ സ്വാഗതം. നമസ്കാരം. അദ്ദേഹം ഒരു റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഒട്ടേറെ ദുരന്ത മുഖങ്ങൾ കണ്ട ആളെന്ന നിലയിൽ മാത്രമല്ല, ഈ ഷിരൂർ സംഭവത്തിൽ നമുക്കൊന്ന് തുടങ്ങാം സാർ. കാരണം അതുമായി ബന്ധപ്പെട്ട് സാറിന് കുറച്ച് അനുഭവങ്ങളുണ്ട്. എന്നിട്ട് നമുക്ക് വയനാട് ദുരന്തത്തിലേക്ക് വരാൻ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഷിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ സാറിനെ ശ്രദ്ധിക്കുകയും സാറിനെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയും, എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? അത് എനിക്ക് തോന്നുന്നു അവരെന്നെക്കുറിച്ച് മറ്റ് ഏതോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതോ സാഹചര്യത്തിൽ മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്നെ ആദ്യം വിളിക്കുന്നത് നമ്മളുടെ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് എനിക്ക് ആദ്യമേ ഒരു കോൾ വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല. തിരുവനന്തപുരത്തുണ്ടായ ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവിടെ പ്രവർത്തിച്ച എന്നോടൊപ്പം സഹപ്രവർത്തകനായിരുന്ന സ്കൂബ ടീമിലാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം ഈ ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുവനന്തപുരത്തുള്ള മീഡിയാസ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാമെന്ന് എനിക്കറിയുന്ന ഒരു വ്യക്തി എന്നതാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നിങ്ങളൊന്ന് ഇത് ചെയ്യുമെന്നുള്ള ഒരു ഇത് തിരുവനന്തപുരത്തു നിന്ന്. അപ്പോൾ ആദ്യ വാതിൽ തുറക്കപ്പെട്ടത് ആ വഴിയായിരിക്കും. അതെ, ആദ്യമേ ആമയിഴഞ്ചാൻ തോട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് ആണെന്ന് എനിക്ക് അത് അവരാണ് ശരിക്കും ആദ്യത്തെ ആ ഒരു എൻട്രി അതിലേക്ക് വരുന്നത്. കാരണം ഇവർക്കൊരു ഇത് കിട്ടി. നമ്മുടെ ദുരന്ത, പ്രത്യേകിച്ച് നെരുമംഗലം കാട്ടിലുണ്ടായ പ്രശ്നവും മരം വെട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒരാൾ മരിച്ചതൊക്കെ ആയിട്ട് ചർച്ച ഒരുപക്ഷെ അന്യദേശങ്ങളിലേക്ക് പോവില്ലല്ലോ. അത് പരിമിതമായ കാര്യമായാലും അത് നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പോട്ടെ. ഞാൻ പിന്നെ റിപ്പോർട്ടർ ചാനലിന് ശേഷം സാറേ അതൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ടായി. മാതൃഭൂമി ചാനലിൽ വന്നു, മനോരമ ചാനലിൽ വന്നു. ഈ 3 പേരും എല്ലാ ദിവസങ്ങളിലും തന്നെ അവരുമായിട്ടുള്ള സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാർ വീട്ടിലിരുന്നായിരുന്നോ? വീട്ടിലിരുന്നായിരുന്നു. എല്ലാവരും തന്നെ ദിവസത്തെ മിക്കവാറും 2 ചാനലെങ്കിലും മിനിമം ഇതുമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിട്ട് തോന്നിയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ അർജുൻ്റെ സംഭവത്തിൽ സാർ അങ്ങോട്ട് പോകുകയൊന്നും ചെയ്തില്ലല്ലോ, കർണാടകയിൽ പോയില്ല. ഞാനത് പോകാൻ വേണ്ടി പലവട്ടം എൻ്റെ ഒന്ന് പ്ലാനിങ്ങിലേക്ക് വന്നെങ്കിലും കേരള കർണാടക ബന്ധങ്ങൾ ഈ ഒരു കാര്യത്തിൽ അത് നമുക്കൊരു ഒരു സ്ഥിരീകരണം കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ പോയേനെ. സാറിൻ്റെ രീതി വെച്ച് അവിടെ ചെല്ലുകയെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം തന്നെയല്ല, അത് വളരെ അതിസാഹസികമായിരുന്നു അല്ലേ? ഇന്ത്യൻ നേവിക്കോ ഇന്ത്യൻ ആർമിക്കോ വലിയ മുങ്ങൽ വിദഗ്ധർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതെ, അതിനെക്കുറിച്ച് ഞാൻ കാണുന്നത് അങ്ങനെയല്ല സാർ. ഒരു ദുരന്തത്തെ ഏകോപനം നടത്തുന്നതിലുള്ള വീഴ്ച തുടക്കത്തിലേ അവിടെ സംഭവിച്ചു. ഞാനത് സംഭവത്തിൻ്റെ അന്ന് രാവിലെ തന്നെ, വളരെ രാവിലെ 24 വാർത്തയിൽ നിന്ന് ഈ കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു കാര്യത്തെ അവർ ഫസ്റ്റിലെ ഇത് ചെയ്ത് ആ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സംവിധാനം ആ ഒരു ദുരന്തത്തെ ഒരു ദുരന്തമായിട്ട് അതിനെ കണ്ടില്ല. ഇത്തരം ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് മലയിടിഞ്ഞു വരുന്ന ദുരന്തങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലായ്മയാണോ അതിൻ്റെ കാരണം? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സംവിധാനമാണ് അവിടെ ആദ്യം വന്നതെന്ന് നമുക്ക് കരുതുന്നു. കാരണം നമുക്ക് ചാനലുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തകളിൽ നിന്നുള്ള വിവരമല്ലേ ഉള്ളൂ. അവരവിടെ വന്നിട്ട് റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ള, റോഡിൽ വീണ മണ്ണ് മാറ്റുക, റോഡ് ക്ലിയർ ചെയ്യുക, ട്രാഫിക് സംവിധാനം പുനഃസ്ഥാപിക്കുക, ഇതായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ആദ്യത്തെ 3 ദിവസം ഏതാണ്ട് അതേ പ്രക്രിയ തന്നെയാണ് അവിടെ. അതിനുശേഷം റിപ്പോർട്ടർ ചാനലാണ് ആ മല ഇടിഞ്ഞതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ തോതും അതിൻ്റെ കണക്കും, അത് ഇത്ര ഹ്യൂജ് അളവിൽ മല ഇടിഞ്ഞു പോന്നിട്ടുണ്ടെന്നും അർജുൻ്റെ ലോറി അവിടെ ഉണ്ടാവില്ല എന്നും അത് പുഴയിലേക്ക് നീക്കം ചെയ്യപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു മാത്തമാറ്റിക്സ് അവിടെ അവതരിപ്പിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ്. ഡോക്ടർ അരുൺ ആണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്
ഇത് ഒരു വലിയ ചർച്ചയിലേക്കൊക്കെ വരുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരെൻ്റെ ഒരു ഡീറ്റെയിൽ എടുക്കുകയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരും. അതോടൊപ്പം നേവിയുടെയും മിലിറ്ററിയുടെയും ഒക്കെ ഇതിൻ്റെ വളരെ വളരെ പ്രഗത്ഭരായ ആളുകളോടൊപ്പം നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റി. തീർച്ചയായിട്ടും. ഏതായാലും മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ കാര്യത്തിൽ, അർജുൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തതോടുകൂടിയാണ് ഒരു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ആ പ്രശ്നം ഉയർത്താൻ കഴിഞ്ഞത്. തന്നെ അതിനെ തുടർന്നായിരുന്നു വലിയ തിരക്കിട്ട ചില അന്വേഷണ പരമ്പരകൾ, തിരക്കിട്ട റെസ്ക്യൂ എല്ലാം നടന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോഴും അത് അങ്ങനെ അവശേഷിക്കുകയാണ്. അർജുനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ വിഷയം അതല്ല സാർ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ, ഒരാഴ്ച മുമ്പ് നടന്ന വയനാട്ടിലുണ്ടായ മേപ്പാടി ദുരന്തം, മുണ്ടക്കയിലും ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളെ വാഷ് ഔട്ട് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഓരോ ദിവസവും കാണുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒപ്പം തന്നെ പത്രങ്ങളിലെ വാർത്തകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. എനിക്ക് പോലും, ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഈ സ്ഥലം എനിക്കറിയാമെങ്കിൽ പോലും. പക്ഷേ സാർ അവിടെ പോയി, ഈ ദുരന്തം നടന്നതിന് ശേഷം അവിടെ ഉണ്ടായി. എത്ര ദിവസം സാർ അവിടെ ഉണ്ടായിരുന്നു? 3 ദിവസം അവിടെ പ്രവർത്തിച്ചു. സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് സംഭവം നമുക്കറിയാലോ, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഡേ ആഫ്റ്റർനൂണിൽ തന്നെ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു. പിറ്റേ ദിവസം ബുധനാഴ്ച വെളുപ്പിന് അവിടെ ചെല്ലുന്നു. ആദ്യം ചെന്നത് എവിടെയാ സാറേ? ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ മേപ്പാടി എന്ന് പറഞ്ഞ ടൗൺ മേപ്പാടിയാണ്. മേപ്പാടി ടൗണിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഞാൻ ഇവിടുന്ന് മിക്കവാറും ഉള്ള വടക്കോട്ടുള്ള യാത്രകൾ മിക്കവാറും ഞാൻ തമിഴ്നാട് ഇറങ്ങിയിട്ട് നമ്മുടെ മണ്ണാർക്കാട് നിന്ന് നേരെ നിലമ്പൂർ വഴിക്ക് നമുക്ക് എളുപ്പമാകാം. അപ്പം നിലമ്പൂർ വഴി അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും മേപ്പാടിയിലേക്ക് ആദ്യം ചെല്ലും. അപ്പോൾ നമുക്ക് വയനാട്ടിലെ മറ്റു സ്ഥലങ്ങളിലൊന്നും ചെല്ലാതെ തന്നെ കൽപ്പറ്റ മറ്റു സ്ഥലങ്ങളൊന്നും ടച്ച് ചെയ്യാതെ നമുക്ക് ഈ സ്ഥലത്തേക്ക് വഴി അറിയാം. നിലമ്പൂർ വഴി പോവാം. നിലമ്പൂർ ചുങ്കത്തറ മണിമൂളി വഴിയാണ് സാർ വഴി നേരെ നമുക്ക് മേപ്പാടിയിലേക്ക് എത്താം. അപ്പം ദൂരം ഗൂഡല്ലൂർ പോകണ്ട. ഗൂഡല്ലൂർ പോകണ്ട. അവിടെ നിന്ന് തിരിഞ്ഞു നാടുകാണിന്ന് തിരിയുന്നു. ഗൂഡല്ലൂർ നാടുകാണിന്നാണല്ലോ തിരിയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മേപ്പാടി ചെല്ലും. മേപ്പാടി ചെന്ന് കഴിഞ്ഞാൽ മേപ്പാടിയിൽ നിന്ന് നമുക്കൊരു 8 കിലോമീറ്റർ ആണെന്ന് ഞങ്ങൾ. മേപ്പാടി സാമാന്യം ഭേദപ്പെട്ട ടൗണാണ്. നല്ല ടൗണാണ് മേപ്പാടി, നല്ല ടൗണാണ്. അപ്പോൾ മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ചൂരൽമല എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്കൊരു 8 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അവിടെയാണ് 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ നമ്മുടെ മലപ്പുറം ജില്ലയാണല്ലോ. അതെ, പുത്തുമല കടന്നാണ് അന്നത്തെ 19 ആ ദുരന്തം, വലിയ ദുരന്തം ഉണ്ടായ പുത്തുമല കടന്നിട്ടാണ് നമ്മൾ ചുരുൾമലയിൽ എത്തുന്നത്. പുത്തുമല ഇപ്പം കണ്ടെടുത്ത ആളുകളെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്നതൊക്കെ പുത്തുമലയിലാണ്. കാരണം ഹാരിസൺ മലയാളത്തിന്റെ ഒരു പ്ലാന്റേഷൻ അവർ ഉപേക്ഷിക്കപ്പെട്ടു. ആ ഉരുൾപൊട്ടലിന് ശേഷം അവർ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പം നമ്മൾ ചൂരൽമലയിലെത്തും. ചൂരൽമല എന്ന് പേരിൽ പറയുമെങ്കിലും ചൂരൽമല ശാന്തസുന്ദരമായ ഒരു നല്ല ഗ്രാമമാണ്, ഒരു താഴ്വരയാണ്. ഒരു കാലത്ത് ചൂരൽമല ആയിരുന്നിരിക്കണം, ചൂരലാൽ നിബിഡമായ മലയായിരുന്നിരിക്കണം. കോമൺ ആയിട്ട് ആ ഒരു പ്രദേശത്തെ ടൗൺഷിപ്പ് അതായോണ്ട്, ടൗൺഷിപ്പ് ചൂരൽമല ആയതുകൊണ്ട് ബാക്കി വരുന്ന മുണ്ടക്കയും പുഞ്ചിരിമെട്ടും റാണിമലയും ഇതെല്ലാം ഉൾപ്പെടുന്നത്, ഇതെല്ലാം മലയുടെ ടോപ്പിലേക്ക്, ഉയരങ്ങളിലേക്ക്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള വഴി ഈ പ്ലാന്റേഷനിലൂടെയാണോ? അല്ല, അവിടെ പ്ലാന്റേഷൻ ഇല്ല. അവിടെ മറ്റ് സാധാരണ ഉള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. ഒരു ഗ്രാൻഡീസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയ ഇവിടെ വനമൊന്നുമല്ല. എന്നാൽ അധികം ആളുകൾ താമസിക്കുന്നുമില്ല, പാർക്കുന്നുമില്ല. ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ് എങ്കിൽ സൗകര്യപ്രദമായ റോഡുണ്ട്. ആളുകൾ താമസിക്കുന്ന ചൂരൽമല തൊട്ടേ ആളുകളുടെ നിബിഡമായ താമസമുള്ളൂ. ഈ ചൂരൽമലയിൽ ടൗണിൽ ഈ പുഴയ്ക്കൂർ, മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ കാണുന്ന ദുസ്സഹമായ ദൃശ്യമുണ്ടല്ലോ, ഈ മല ഇറങ്ങിപ്പോയതിന്റെ ആ ദൃശ്യങ്ങൾ ഓൺ ദ വേയിൽ സാർ കാണുന്നുണ്ടോ? ഇല്ല, പ്രോപ്പർ നമ്മൾ ചൂരൽമലയിൽ എത്തണം. ചൂരൽമല ടൗണിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യമേ കാണുന്ന ടൗൺ വാഷ് ഔട്ട് ചെയ്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു ടൗൺ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മുൻപരിചയമില്ലാത്ത ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ആ ടൗൺ എത്രമാത്രം പ്രൗഢമായിരുന്നു എന്നും അല്ലെങ്കിൽ എത്ര ജനസാന്ദ്രമായിരുന്നു എന്നും നമുക്ക് മുൻ അനുഭവത്തിലില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വളരെ ചിത്രങ്ങളിൽ അത് നല്ല ടൗൺഷിപ്പ് ആയിരുന്നു. ബാങ്കുകളും മറ്റു കാര്യങ്ങളും നമുക്കറിയാലോ. വലിയ സ്കൂള്, എല്ലാവരും അസൂയയോടെ നോക്കിക്കണ്ട ഒരു വലിയ സ്കൂളുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തി തൊട്ടടുത്ത കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് അവിടെ KSRTCയുടെ ടൂറിസം ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുകയും അവിടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവർ എന്നോട് വളരെ എന്താ പറയുക, സങ്കടത്തോടെ ആ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം നമുക്ക് കണ്ടാലും മനസ്സിലാവും. കാരണം സ്കൂള്, ക്ഷേത്രം, പള്ളി, മോസ്ക് ഇതെല്ലാം ഉൾപ്പെടുന്ന നമുക്ക് പുഴയുടെ തീരം, കുട്ടികളൊക്കെ പുഴയുടെ തീരത്തിരുന്ന് പഠിക്കുന്നു. പിള്ളേർ അവർക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു
മാഷിന്റെ പേര് ഉണ്ണികൃഷ്ണൻ 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 മാഷ് കരഞ്ഞ നമ്മുടെ മാഷ് കരഞ്ഞ മാഷ് നമ്മുടെ ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം 18 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹമാണ് ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ട്രാൻസ്ഫർ ആയതിനു ശേഷം പോലും അവിടുത്തെ ആളുകളും കുട്ടികളും അദ്ദേഹത്തെ കാല് പിടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും നിലനിർത്തുന്നു. അപ്പം എന്താണ് നമുക്ക് ആർക്കും കൊതി തോന്നുന്ന ഒരു ഈ വടക്കൻ പ്രദേശത്തിന് അത്തരം ചില നന്മകളുണ്ട് സാർ, പ്രത്യേകിച്ച് മാഷുമാരോട്. ഞാൻ വടക്ക് ജോലി ചെയ്തിട്ടുള്ള ആളാണ്, തീർച്ചയായും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഓ, അപ്പോൾ ഈ ഓക്കെ, വെരി അതിൻ്റെ ഒരു അതിർത്തി പ്രദേശം എന്ന നിലയിൽ ഈ ആളുകളുടെ സ്നേഹവായ്പ എന്ന് പറഞ്ഞാൽ വല്ലാതെ അതെ, നമ്മളെ ഒരുപക്ഷെ സ്നേഹിച്ച് കൊല്ലുന്ന കീഴ്പ്പെടുത്തും കീഴ്പ്പെടുത്തി കളയും. അവർക്ക് ആ കാര്യത്തിൽ മതമൊന്നും ഒരു വിഷയമല്ല, ഒന്നുമല്ല. ഒന്നുമല്ല. ഇത്രമാത്രം ജനങ്ങളെ, അതുപോലെ അധ്യാപകരെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് മാഷുമാരെ സ്നേഹിക്കുന്ന, ഉദ്യോഗസ്ഥന്മാരെ പൊതുവെ സ്നേഹിക്കും. ആ കൂട്ടത്തിൽ മാഷുമാരോട് ആ ഒരു ആശ്രിത വാത്സല്യം തന്നെയുണ്ട്. അതെ അതെ. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണേണ്ടത്. അത് നമ്മുടെ കാര്യം അതല്ല, ഞാൻ ചോദിക്കാൻ വന്നത്, അപ്പോൾ ഇങ്ങനെ സാറ് ചെന്ന് കാണുമ്പോഴുള്ള സാറിൻ്റെ ആദ്യത്തെ ആ ദൃശ്യം കാണുമ്പോഴുള്ള സാറിനുണ്ടായ അനുഭവം എന്ന് പറയാം. അല്ല, നമ്മൾ നടുങ്ങിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, ഉരുൾപൊട്ടി വന്ന പ്രദേശത്തെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കല്പിക്കാനോ കഴിയാത്ത അത്ര വിസ്തൃതിയിൽ ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമെട്ടിൻ്റെ മേളിലുള്ള മലയുടെ ദൃശ്യമൊക്കെ നമുക്ക് ആ ഒറ്റ ഫോക്കസിൽ ഒറ്റ ഇതിൽ കിട്ടും. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടുള്ള നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം എന്താ പറയുക, മനസാക്ഷി അല്ലെങ്കിൽ നമുക്ക് ഹൃദയം നുറുങ്ങുന്ന അത്ര ഒരു പൊട്ടിയ സ്ഥലത്ത് പോകാൻ സാറിന് കഴിഞ്ഞു? പോയിരുന്നു. സാർ ഒരു മല തന്നെ ഇറങ്ങി പോന്നാലല്ലേ അതിന്റെ ഒരു വോളിയം അത്ര ഭയങ്കരമായിരിക്കുമല്ലോ. അത്രമാത്രം ഇറങ്ങി പോന്നാലല്ലേ ഇങ്ങനെ ഒരു പ്രദേശത്തെ ഇത്രമാത്രം വീതിയിലും വിസ്തൃതിയിലും തുടച്ചു നീക്കാൻ കഴിയൂ. അത് അങ്ങനെ സംഭവിച്ചതായിട്ട് തോന്നിയോ ആ മല കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി പോകുന്നു? തീർച്ചയായിട്ടും. കാരണം അതെന്താ അറിയാം സാറേ, ഉരുൾപൊട്ടലിന്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഉരുളിന്റെ ഉത്ഭവം, അതിന്റെ ആരംഭം എന്ന് പറയുന്നത് വളരെ ചെറുതോ അല്ലെങ്കിൽ അതിന്റെ ഒരു നോർമൽ ഇതിലുള്ളതായിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സും അതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉരുൾ അവിടെ നിന്ന് ചലിക്കാൻ തുടങ്ങുമ്പോൾ, ആദ്യ സ്റ്റെപ്പിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ മുന്നിലുള്ള ഒരു കൂട്ടം പാറക്കൂട്ടങ്ങളെ അങ്ങ് തള്ളിക്കൊണ്ടാണ് ചലിക്കാൻ തുടങ്ങുള്ളൂ. പക്ഷേ പിന്നീട് വരുമ്പോൾ അതിൻ്റെ മാസം എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിൻ്റെ മുന്നിൽ എന്താണോ, എത്ര ശക്തമായ നിർമ്മിതി ആയിക്കോട്ടെ, പ്രകൃതി ആയിക്കോട്ടെ, എന്തിനെ തുടച്ചു നീക്കാനുള്ള കരുത്ത് ഈ ഉരുള് സ്വയം ആർജിക്കുകയാണ്. അതിനകത്ത് പാറയും ചെളിയും മരങ്ങളും വെള്ളവും അത് അതിന്റെ കൂടെ കൂട്ടുകയാണ്. അത് മുന്നോട്ട് പോകും തോറും, പ്രത്യേകിച്ച് ഈ ഇറക്കമുള്ള ഭാഗത്തേക്ക് പോകും തോറും ആ പ്രവാഹത്തിന്റെ ശക്തി വർദ്ധിക്കുകയാണ്. അപ്പൊ മറ്റുള്ളൊരു ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ ബോംബ് പൊട്ടുമ്പം ഉണ്ടാകുന്ന ഫസ്റ്റിലെ ഉണ്ടാകുന്ന അതിന്റെ എഫക്റ്റ് അവിടെ നിന്ന് അതിന്റെ എഫക്റ്റ് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ ഉരുളിന് എന്താണെന്ന് വെച്ചാൽ ഉരുള് അതിന്റെ 0 പോയിന്റിലേക്ക് എത്തുന്നിടം വരെ, എവിടെയാണോ അതിന്റെ ലാൻഡിന്റെ 0 പോയിന്റ്, അവിടെ എത്തുന്നിടം വരെ ഉരുളിന്റെ പ്രവാഹ വേഗവും അതിന്റെ പ്രകരശേഷിയും അതിന്റെ ശക്തിയും അതിബൃഹത്തായിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശമാണ് അതിന്റെ ഏകദേശം 0 പോയിന്റ് ആവുന്നില്ല, അതൊരു ശരിക്കും ഒരു താഴ്വര പ്രദേശമാണ്. ആ താഴ്വര വന്നപ്പോൾ പ്രകരശക്തി കൂടുകയാണ് ഇത്. മുണ്ടക്കൈയിൽ ഉണ്ടായേക്കായാലും മറ്റ് മലമുകളിൽ സംഭവിച്ചതിൻ്റെ 100 മടങ്ങ് പ്രകരശേഷിയോടെയാണ് ഇത് ചൂരൽമല പ്രദേശത്തേക്കും നമ്മൾ സ്കൂളിരിക്കുന്ന പ്രദേശത്തേക്കും എല്ലാം എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമൊക്കെ നിൽക്കുന്ന പുഴയോട് ചേർന്ന ക്ഷേത്രത്തിൻ്റെയൊക്കെ തറ പോലും ഇല്ല, അതുപോലും വാഷോടെ, അതായത് എത്രയോ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ പോലും എത്ര ആഴത്തിലായിരിക്കും. സാറ് പറഞ്ഞല്ലോ അവിടെ ആ പുഴയുടെ മനോഹാരിതയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ പുഴ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്തൂടെ അല്ല ഇപ്പോൾ ഈ പ്രവാഹങ്ങളിൽ നല്ലൊരു പങ്കും കടന്നു പോകുന്നത്, ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് ഒരിക്കലും അല്ല. പുഴ സ്വന്തമായിട്ട് അതിൻ്റെ ദിശയെല്ലാം തീരുമാനിച്ചു, അതിന് വേണ്ടുന്നതെല്ലാം തിരിച്ചെടുത്തു. ഇപ്പോൾ ആ പുഴയുടെ വീതി ഞാൻ ഏകദേശം കണക്കൂടിനനുസരിച്ച് 1/2 കിലോമീറ്ററിന് മുകളിൽ അതിൻ്റെ വീതി തന്നെയുണ്ട്. 1/2 കിലോമീറ്റർ മുകളിൽ അതിൻ്റെ. അപ്പോൾ അത്രയും വീതിക്ക് തന്നെ ഈ ഉരുൾപൊട്ടൽ കടന്നുപോയി. അതായത് ആദ്യത്തെ അതിൻ്റെ ഉരുള് രാത്രി 1:45 അവിടെയുള്ള ആളുകൾ പറഞ്ഞനുസരിച്ചാണ് 1:40 കൂടി ആദ്യത്തെ ഒരു ഉരുളുണ്ടായിരുന്നു. താരതമ്യേന ശക്തി കുറഞ്ഞതായിരുന്നു എന്ന് അവർ പറയുന്നു. ആ ഉരുളിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ തന്നെ ആളുകൾ അവിടുന്ന് മാറി, കുറേ ആളുകളായി പെട്ട ആളുകൾ മാറി താമസിച്ചിരുന്നു നമ്മുടെ പുഞ്ചിരിമെട്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന്. അവരെ സുരക്ഷിതമെന്ന് തോന്നിച്ച അതിന് താഴെയുള്ള മുണ്ടക്കൈയിലുള്ള ഒരു മുസ്ലിം ദേവാലയത്തിനകത്തും മറ്റ് സ്ഥലങ്ങളിലും മറ്റവരുടെ ബന്ധു വീടുകളിലും പരിചയക്കാരുടെ വീടുകളിലും താരതമ്യേന പ്രകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർ അഭയം പ്രാപിച്ചിരുന്നു. അതുപോലെ തന്നെ ചൂരൽമലയിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഈ സ്കൂളിൽ നമ്മൾ കാണുന്ന സ്കൂളിന്റെ ബാക്ക് സൈഡിലുള്ള 2 ഇരുനില വീടുകൾ, ശക്തമായിട്ടുള്ള വീടുകളിൽ ഇവർ അഭയം തേടിയിരുന്നു. ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം പോലെ തന്നെ വളരെ കാൽപ്പനികമായ പേരാണല്ലോ സാർ ഈ പുഞ്ചിരിമെട്ട്, ഒപ്പം തന്നെ ചൂരൽമല തുടങ്ങിയ പേരുകൾ, മേപ്പാടി പോലുള്ള പേരുകളൊക്കെ വളരെ കാൽപ്പനിക സൗന്ദര്യം മുറ്റുന്ന പദവിന്യാസത്തിലാണ് ആ പേരുകൾ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, സാർ അവിടെ ചെന്ന് ഈ കാഴ്ചകൾ കണ്ടു, ഇതിന് സാറിന് ഈ ജീവനോടെ രക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ സംഘത്തിൽ എത്ര പേരായിരുന്നു സാർ? ഞങ്ങൾ ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് പോകുന്ന ഞങ്ങൾ 3 പേരാണ്.
കാരണം അത്ര ഒരു പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു അതെ നിങ്ങളുടെ അതെ വാർത്ത. ഒരു ഡിസാസ്റ്റർ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് നമ്മൾ ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് നമുക്ക് പുറപ്പെടാൻ കഴിയത്തില്ല. അതൊരിക്കലും അതങ്ങനെ വിജയിക്കത്തില്ല. ഉം. ആദ്യമേ അത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പഠിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു മുഖ്യ കാര്യം. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഇടപെടാം. കാരണം ഞാൻ സർവീസിലുണ്ടായിരുന്ന ആളായിരുന്നുകൊണ്ട് എനിക്ക് അതനുസരിച്ചുള്ള ബന്ധങ്ങൾ അവിടെയുണ്ട്. പോരാത്തതിന് സിവിലിയൻസുമായിട്ട് നല്ല അത്യാവശ്യം ബന്ധം എനിക്ക് അവിടെ നേരത്തെ തൊട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന അന്ന് രാവിലെ വെളുപ്പിന് 5:45 എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നൈറ്റ് തന്നെ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നു. ചെന്ന് അവിടെ ദുരന്തം എന്നുള്ള മേഖലയായതുകൊണ്ട് ആളുകൾ തന്നെ വഴി സൈഡിൽ കടിഞ്ചായൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു കടിഞ്ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബെറ്റ് എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ ടീം, അവിടെയുള്ള പ്രാദേശികമായ ഒരു ദുരന്ത നിവാരണ സേന ബെറ്റ് ഒരു പ്രൈവറ്റാണ്. അവരിൽ ഒരാൾ എൻ്റെ അടുക്ക് പെട്ടെന്ന് കടന്നു വരിക. ആ ആളെന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. സാറ് ഇന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ റിട്ടയർഡായി ഇങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായി, സാറിനെ എനിക്കറിയാം, സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടിമുടിയിലുള്ളതല്ലേ സാറ് എന്നോട് ചോദിക്കുന്നു. അതെ, സാർ ഒരു സഹായം വേണം, ഇന്നപോലെ നമ്മുടെ റാണിമല എന്ന ഭാഗത്ത് 24ഓളം പേര് വഴിയില്ലാതെ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് ഈ പുഞ്ചിരിമെട്ടിന്റെ അടുത്ത്, പുഞ്ചിരിമെട്ടിൽ നിന്ന് പുഴ മുറിച്ച് കിടന്ന് മറുവശത്താണ്. റാണിമല എന്ന് പറയുന്നത് ഏലം എസ്റ്റേറ്റ്. അപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പം പുഞ്ചിരിമെട്ടിൽ നിന്ന് റാണിമലയിലേക്ക് ഉണ്ടായിരുന്ന പാലം അത് ഒഴുകിപ്പോയി. അപ്പോൾ പിന്നെ പുഴ വലിയ ഗർത്തമായിട്ടാണ് പോകണം. നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന പോലെ മലയുടെ മണ്ണിൽ നമുക്കൊന്ന് പുഴ അതിൻ്റെ അടിവാരത്തോടെ ഇങ്ങനെ ഒഴുകുന്നു, കുത്തി ഒഴുകുകയാണ്. അപ്പം റാണിമലയിലേക്ക് കിടക്കാൻ നമുക്ക് വഴിയില്ല. പുഞ്ചിരിമെട്ടിലേക്കാണ് കഷ്ടിച്ച് നമുക്ക് നടന്നു ചെല്ലാൻ കഴിയും. അതുകൊണ്ടാണ് അവിടെ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അവരന്ന് ഉരുളുണ്ടായി അന്ന് അകപ്പെട്ടതാണ്. അവരെ ഉരുൾ നേരിട്ട് നേരിട്ട് ബാധിച്ചിട്ടില്ല. അവരുടെ താമസ സ്ഥലത്തുണ്ട്, പക്ഷെ അവർക്ക് പുറം ലോകത്തേക്ക് വരാൻ കഴിയില്ല. അപ്പം രക്ഷാപ്രവർത്തകരുടെ തിരക്കുകൊണ്ടും രക്ഷാപ്രവർത്തകരുടെ എണ്ണക്കുറവുകൊണ്ടും അവിടേക്ക് ഇവരെ രക്ഷിക്കാൻ ചെല്ലാൻ സാഹചര്യമില്ല. കാരണം അവർ കുഴപ്പമില്ലാതിരിക്കുകയാണ്. അവരെ പുറത്ത് കടത്തണം, പക്ഷേ അതിന് സാവകാശം എടുക്കും. അപ്പോൾ ആ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇവരാദ്യമേ ഈ ബെറ്റ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് അവിടെ പോകണം, അവരെ രക്ഷിക്കണമെന്നുണ്ട്. പിന്നെ ചെയ്യാമെന്ന് പറയുന്നു. ഞങ്ങൾ 3 ആളും ഈ ബെറ്റിൻ്റെ ടീമുകളും കൂടി മലമുകളിലേക്ക് വന്നു. ലാസ്റ്റ് അതിൻ്റെ ഒരു വർക്ക് ചെയ്യേണ്ട പോയിന്റിലെത്തുമ്പോൾ ഞാൻ ഇവരുടെ നമ്പർ എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഡിസാസ്റ്റർ സംവിധാനത്തിൽ ഒരു ഇത് വെച്ച് ഞാൻ മൊത്തം ആളുകളെ ഫോളോനാക്കി അവിടെ നിർത്തി ടോട്ടൽ നമ്പർ എടുത്തു. അപ്പോൾ അതിനകത്തൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു SI എവിടെന്നോ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടെ നിർത്തി ഞാൻ നമ്പർ എടുത്തു. 25 എന്ന് പറയുന്ന നമ്പർ കിട്ടി. 25 സംഘമാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ 24ാമത്തെ പുഴ എങ്ങനെ കടന്നു സാർ? പുഴ റോപ്പ് കെട്ടി അക്കരെ കയറി. റോപ്പ് കെട്ടി താൽക്കാലികമായി നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചു. പുഴയിൽ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആലോചിച്ചു. നോക്കിയെങ്കിലും നമുക്ക് അവിടെയുള്ള ലഭ്യമായ വസ്തുക്കൾ അവിടെ എത്തിക്കാനും ചെയ്യാനും ഒക്കെ തടസ്സങ്ങൾ മാത്രമല്ല, അതിനൊക്കെ കാലവിളംബം നേരിടുമല്ലോ. കാരണം ഉരുള് കൊണ്ടുവന്ന വസ്തുക്കളെ അവിടെ ഉള്ളൂ, മറ്റൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ മിഷനറികൾ വേണം, സാധനങ്ങൾ വേണം. തന്നെ നമുക്ക് തന്നെ നടക്കാൻ കഴിയത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ മുട്ടിന് മേളിൽ നല്ല ചില സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അരവരെ താന്നു പോകുന്ന അത്ര ചെളി കൂമ്പാരങ്ങളാണ്. അപ്പം നമ്മൾ തന്നെ അപകടത്തിൽപ്പെടും എന്നുള്ളത് 100%, അല്ലെങ്കിൽ പരിക്ക് പറ്റും. അപ്പം ഞാൻ 2 വട്ടം പുഴ മുറിച്ച് കിടക്കാൻ, നോർമലി മുറിച്ച് കിടക്കാൻ ഞാൻ എൻ്റെ ഒരു പരിചയം വെച്ച് നോക്കിയെങ്കിലും അത് അപകടമാണെന്നും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള റോപ്പ് ബന്ധിച്ചിട്ട് പാറയിലൂടെ നമ്മൾ റോപ്പിൽ പിടിച്ചാണ്. ഇടയ്ക്ക് മഴയുടെ ശല്യം ഉണ്ടായിരുന്നില്ലേ? മഴ അത്ര ശക്തം ഉണ്ടായിരുന്നില്ല. ഒരു നോർമലി ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പുഴ മുറിച്ച് കിടക്കുന്നു. അവിടെ സാറിനെ പോലെ ഈ കാര്യത്തിൽ പരിചയമുള്ളവരാണ് ബാക്കി 24 അവർ ഈ റെസ്ക്യൂ ടീമാണ്. അവർക്ക് കുറെ പരിശീലനമൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരാണ്, ആരോഗ്യവാന്മാരാണ്, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരാണ്. ചിലരൊക്കെ നമ്മൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. എന്നോടൊപ്പം വന്നിരുന്ന 2 പേരും ഇക്കാര്യത്തിൽ വളരെ ഇതാണ്. അതിനകത്ത് മോഹൻ എന്നൊക്കെ പറയുന്ന, മൂന്നാറിലുള്ള മോഹൻ എന്നൊക്കെ പറയുന്നത്, മോഹനും നമ്മുടെ ആശിഷ് വർഗീസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം നമ്മുടെ ശാന്തമ്പാറ ഇതിലുള്ളത്. അപ്പം അദ്ദേഹം, ഞങ്ങൾ 3 പേരാണ്. അല്ലെങ്കിൽ മോഹൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിന്റെ അഡ്വഞ്ചർ ട്രെയിനറാണ്. അഡ്വഞ്ചർ അക്കാഡമിയായിട്ട് നമ്മുടെ അയാൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ ഞാൻ മോഹൻ്റെ സേവനം ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. പാലക്കാട് കുമ്പാശ്ശിയിൽ ബാബുവിനെ രക്ഷിക്കാൻ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വന്നത് മോഹനെയാണ് കൊണ്ട്. കാരണം അദ്ദേഹം റോക്ക് ക്ലൈംബിങ്ങിലും ഒക്കെ അതിവിദഗ്ധനാണ്. അപ്പോൾ ഞാൻ മോഹനായിരുന്നു എൻ്റെ കൂടെ. സാറുമായിട്ടൊരു വേവ് ലെങ്ത് ഉള്ളവരാണ്. അതെ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മേഖലയ്ക്ക് ഞാൻ സർവീസിലുള്ളപ്പോൾ പോലും വളരെ ഇപ്പം 50 പേരുടെ എത്ര ആളുടെ എണ്ണത്തിലല്ല, അതിലിടപെടുന്ന ആളുകളുടെ ഒരു കപ്പാസിറ്റി അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു സ്ട്രെങ്തും ഒക്കെ. അപ്പോൾ അത് അത്തരക്കാരെ ഞാൻ എപ്പോഴും കൂടെ മുന്നേ നിർത്താറുള്ളൂ. 25 പേരടങ്ങുന്ന ഈ സംഘം പുഴ മുറിച്ച് കടന്നതിന് ശേഷം അതിൽപ്പെട്ടതിൽ മുഴുവൻ പേരും കടത്തിയില്ല അക്കരയ്ക്ക്.
അത് ചെയ്യാൻ പാടില്ല. കാരണം അതിൽപ്പെട്ട ഇവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന കുറച്ച് 4-5 ആളുകളെയും കൂടെ കിട്ടി. ഇവരും എൻ്റെ കൂടെ വന്ന ബെറ്റിൻ്റെ ആളുകളും എല്ലാം കൂടെ പുഴ മുറിച്ച് ഈ റാണിമലയിലേക്ക് പുറപ്പെടുന്നു. റാണിമലയിൽ പുഴ മുറിച്ച് കയറി കഴിഞ്ഞാൽ മലഞ്ചെരുവ് താണ്ടി ഒരു 15 മിനിറ്റും കൊണ്ട് റാണിമലയുടെ ഭാഗങ്ങളിൽ ഈ ആളുകൾ താമസിക്കും. അവരിങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഇല്ല. ഇവരെ അവിടെ പോയി സേഫായി കൂട്ടിക്കൊണ്ട് വരാതെ ഇവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പോയി അവരെ കൂട്ടിക്കൊണ്ട്, അപ്പോൾ അതിനകത്ത് കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. 10 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികളുണ്ടായിരുന്നു. പ്രായമായവരുണ്ടായിരുന്നു. ശരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരുന്നു. പ്രായമായ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. ബാക്കി ചെറുപ്പക്കാർ കുഴപ്പമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇവരെ ആരെങ്ങനെയുള്ളവരാണെങ്കിലും ഈ ഇത്രയും പേര് നമ്മളുടെ പൂർണ്ണമായ സഹായം ഇല്ലാതെ ഇവർക്ക് പുഴ കടക്കാൻ പറ്റത്തില്ല. അതിൽ തന്നെ വളരെ റിസ്ക്കാണ്. നമ്മൾ പരിശീലനം കിട്ടിയ ഒരാൾ പുഴ ഈ റോപ്പിലൂടെ കിടക്കുന്ന പോലെയല്ല. പരിശീലനം ഇല്ലാത്ത ഇവരെ നമ്മൾ കടത്തുക എന്നുള്ളത്, കൊച്ചു കുട്ടികൾ, വയസ്സായവര് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ കടത്തുക എന്നുള്ളത് നമുക്ക് ഏറെ ദുഷ്കരമായ കേസും അതിനകത്ത് ഒരാൾക്ക് ഒരു പരിക്ക് പറ്റും. ചിറ്റൂർ പുഴയിൽ 2 ആഴ്ച മുമ്പ് നടക്കുന്ന വയസ്സായ 2 പേരെ രക്ഷിക്കുന്നു. കുറെ പേര് 3-4 പേര് ഫയർഫോഴ്സ് അത് ഭയങ്കര റിസ്കിയാണ്. വെള്ളത്തിലുള്ള ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് മലമോളിൽ നിന്ന് വരുന്ന വെള്ളത്തിലുള്ള ഒഴുക്കുള്ള വെള്ളത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കത് റിസ്ക് ജോബ് തന്നെയാണ്. കാരണം വേണ്ടത്ര റെസ്ക്യൂ ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കാൻ നമുക്കില്ല. അത് നമുക്കുള്ളത് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മെയിൻ റെസ്ക്യൂ ടൂൾ എന്ന് പറഞ്ഞാൽ റോപ്പ് തന്നെയാണ്. ആ റോപ്പും കൊണ്ട് വിവിധ രീതിയിലുള്ള ബ്രിഡ്ജിന്റെ രീതിയിൽ നമുക്ക് നിൽക്കാനും പിടിക്കാനും. വണ്ടിയിൽ പോയത്? അതെ, ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ടൂൾസ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒരു മിനിമം കാര്യങ്ങൾ ചെയ്ത് അവിടെ ചെന്ന് ഈ മെറ്റീരിയൽസ് അന്വേഷിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലോ. പലരും റെസ്ക്യൂ ടീമുകൾ അവരുടെ ആവശ്യത്തിന് നടക്കുമല്ലോ. അപ്പൊ നമുക്ക് റോപ്പ് കയറാമെന്ന് ചോദിച്ചു നടക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ കൈ കരുതണം. അപ്പൊ അങ്ങനെ എങ്ങനെയായിരുന്നു ഇത്? അപ്പോൾ ഇവരെ മലമുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നു. ഈ മലയുടെ ഉരുളെടുത്ത് പോയ മലഞ്ചെരുവായിട്ട് ഇവർക്ക് നടന്നു വരാൻ വഴിയില്ല, ശരിക്കും വഴിയില്ല. അവിടെയും റോപ്പ് കെട്ടിയേക്കുക. മലഞ്ചെരുവ് ഇറങ്ങാനുള്ള വഴിയും റോപ്പ് കെട്ടിയിട്ടുണ്ട്. ആ റോപ്പ് കെട്ടി അവരെ അവിടെ നിന്ന് നടത്തി റോപ്പിൽ പിടിച്ച് സുരക്ഷിതമായി പുഴതീരത്ത് എത്തിക്കാനാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ മിലിറ്ററിയുടെ ഒരു യൂണിറ്റ് അവിടെ എത്തി. 2 ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മിലിറ്ററി യൂണിറ്റ് അല്ല, ഞങ്ങൾ നിൽക്കുന്ന സൈഡിൽ വന്നു. പുഴയുടെ മറുകരയിലേക്ക് ഞാൻ കടന്നു പോയില്ല. കാരണം ഞാൻ മറുകര കടന്നാൽ ഇങ്ങോട്ട് കടത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ നേരിടും. അപ്പം ഞാനിപ്പോൾ തന്നെ നിന്നിട്ട് ഇതിനകത്ത് സേഫായിട്ട് ആളുകളെ അക്കരെ കടത്തി വിട്ട് അവരെയും കൊണ്ട് ഈ പേഴ്സൺസിനെ ആളുകളെ ഇവിടെ എത്തിക്കുകയും മിലിറ്ററി നമ്മുടെ അടുത്ത് വരികയും മിലിറ്ററി ഓഫീസർ നമ്മളുമായിട്ട് ഒരു നേതൃത്വപരമായ പങ്കാണ് പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് തലമുതിർന്ന ആളായി. അതെ തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ നമ്മൾ തന്നെയാണ്. അപ്പം മിലിറ്ററിയുടെ ഓഫീസർ വന്ന് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ, അദ്ദേഹം ഉയർന്ന റാങ്കിലുള്ള ആണ്, വളരെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ലി ആവുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കുകയാണ്. ഈ പാലക്കാട് കുമ്പാശ്ശേരിയിൽ ബാബുവിനെ രക്ഷിക്കുന്നിടത്തൊക്കെ അതാണ് സമയം. എനിക്ക് ഭാഗ്യം കൊണ്ട് ചെല്ലുന്നിടത്ത് ആരെങ്കിലും ഒരാൾ എൻ്റെ പരിചയക്കാർ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ അത് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ. നമ്മൾ അന്വേഷിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ തികച്ചും അപരിചിതരായ ആളുകൾ പോലും ഇത്തരം മേഖലകളിൽ വളരെ പരിചിത ഭാവത്തിലെത്തുകയും നമ്മളോട് ഒട്ടിച്ചേരുകയൊക്കെ ചെയ്യുമല്ലോ സാർ. അതുണ്ടാവും. പ്രത്യേകിച്ച് ഒരു സൈനിക ഓഫീസർ ദുരന്തമുഖത്ത് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് വളരെ നല്ലത്. എന്നിട്ട് സാർ ഇവരെ ആരെങ്കിലും ഒരു അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയോ നിങ്ങൾക്ക് കൂടുതൽ റിസ്കി ആയി അനുഭവപ്പെടുകയോ എന്തെങ്കിലും ചെയ്തു? ഉണ്ടായി. അപ്പോൾ ഇവരോട് ചേർന്നു നമ്മൾ മെന്നിന്റെ ആളുകളുടെ ഒരു പാലം തന്നെ പുഴയുടെ വീതി കുറവാണെങ്കിലും ഒരു 20 അടി വീതിയിലാണ് വെള്ളം ഒഴുകുന്നത്. അവിടെ കൂടുതൽ അപകടം കുത്തിയൊലിച്ച് നമുക്ക് കാലോ നിലത്ത് ഉറക്കത്തില്ല. നമ്മൾ ഈ റോപ്പിന്റെ സഹായത്തോടെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്നിട്ട് അപ്പൊ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഈ നമ്മൾ കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന റോപ്പിൽ പിടിച്ച് ആ പുഴയുടെ ടോട്ടൽ വീതിയെ നമ്മുടെ മെന്നിനെയും കൊണ്ട് കവർ ചെയ്തു. ഒരാളും ഒരു ഗ്യാപ്പ് ഇല്ലാത്ത പോലെ ഫുള്ള് പട്ടാളത്തിന്റെയും ഈ ബെറ്റിന്റെ ഒക്കെ ആളുകളെ നിർത്തി കവർ ചെയ്തിട്ട് അടുത്തടുത്ത് അങ്ങ് നിർത്തി, വേലി പോലെ അങ്ങ് നിർത്തി. അതിനുശേഷം ഇവർക്ക് പിടിച്ചു വരാനുള്ള ഒരു ലൈഫ് ലൈനും റോപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ആളുകളെ ഓരോരുത്തരും, കുട്ടികളെയൊക്കെ നമ്മൾ എടുത്ത് തന്നെ, അതായത് ആളുകൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇവരെ കുട്ടികളെ ഇങ്ങ് എടുത്ത് തന്നെ പാസ് ചെയ്തു. അല്ലാത്ത ആളുകളെ നമ്മൾ നടന്നു പോരുന്നവരെ നടന്നു. അതല്ല പ്രായമായ ആളുകളെയൊക്കെ പലരും കൈമാറി അങ്ങോട്ട് ഇക്കരയ്ക്ക് അടുത്ത്. അപ്പം അതിനിടയ്ക്ക് പേടിച്ചിട്ട് പാനിക്കായ ചില ആളുകളൊക്കെ ഉണ്ട്. ചില അല്പം 10-17 വയസ്സോ അല്ലെങ്കിൽ അനുസരിച്ച് പ്രായമുള്ള പെൺകുട്ടികളൊക്കെ ഭയന്നു പോവുകയും കരയിൽ കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് അവർക്ക് ഒരു ബോധക്ഷയം പോലെയൊക്കെ വരികയൊക്കെ ചെയ്തു. അത് അവരുടെ പാനിക്കാവും സാർ, സ്വാഭാവികമായിട്ട്. ഒന്നാമതൊരു വലിയ ദുരന്തത്തിന്റെ മുഖത്താണ് അവർ. പിന്നെ ഈ പുഴ ഏത് നിമിഷവും അവരെ കവർന്നേക്കും എന്നുള്ള നമുക്ക് മനസ്സിൽ ഭയമുണ്ട്. കാരണം ഞങ്ങൾ ഈ നിരത്തി നിർത്തിയിരിക്കുന്ന മെന്നിന് ഒരാൾക്ക് ഒരു പാളിച്ച വന്നാൽ മതി, ഒരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മതി,
ഒരു പക്ഷേ ആ ആളും ഈ രക്ഷപ്പെടുത്തുന്ന ആളും കൂടെ കൂടി ഈ പുഴയിലൂടെ പോകാം. വീണാൽ മരണമൊന്നും സംഭവിക്കണമെന്നില്ല, പക്ഷെ ഗുരുതരമായ പരിക്കിലേക്ക് പോകും. ഗുരുതരമായ പരിക്ക് പെട്ടെന്ന് സംഭവിക്കും. ഒരുപക്ഷെ നിങ്ങളിൽ പോലും ഒരാൾക്ക് എടുത്തു ചാടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ അപകടകരമായ അത്ര പാറക്കൂട്ടങ്ങൾ അപകടം. എടുത്ത് ചാടിയാലും ആ എടുത്ത് ചാടണം നമ്മളും അപകടത്തിൽപ്പെട്ട അവരും എല്ലാം ഒരേ എഫക്റ്റിൽ പുഴയുടെ സാർ, സ്വഭാവം. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ അതിന്റെ ഒരു പേരുദോഷം നമുക്ക് ജീവിതത്തിൽ മറക്കാനും ആവില്ല. അതെ അതെ അതാണ് റെസ്ക്യൂവിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു നമുക്ക് ഭയങ്കരമാണ്. കാരണം നമ്മൾ ഒന്നിനെയും കണ്ടിട്ടല്ല ഇത് ചെയ്യുന്നത്. ആളുകളുടെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അവരെ പരിക്കില്ലാതെ ഇക്കരെ എത്തിക്കുക നമുക്ക് വലിയൊരു എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മുടെ ഓൺ റിസ്കിലാണ്. പ്രത്യേകിച്ച് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരാൾ ഒരു ടീമിനെയും കൊണ്ട് ചെല്ലുന്നു, അവിടെ ചെന്ന് ഒരു ടീം രൂപീകരിക്കുന്നു, ഇവരുടെ മറ്റുള്ളവരുടെ സഹായം തേടുന്നു. ഇതെല്ലാം സാർ രാവിലെ ഒരു 7:30 തുടങ്ങിയ വർക്ക് ഞങ്ങൾ 10:30 ആയപ്പോൾ പൂർത്തീകരിച്ചു. മിഷൻ കഴിഞ്ഞു. എല്ലാവരെയും സുരക്ഷിതമായിട്ട് ഇക്കരെ എത്തിച്ചു. അതിൽ മിലിറ്ററിയുടെയും അവരെ ആരാണ് സാറേ ആർക്ക് കൈമാറിയത്? അവരെ നമ്മൾ അവിടുന്ന് മലമുകളിലെത്തിച്ച് പലരെ നടക്കാൻ മേലാത്തവരെയൊക്കെ ചുമന്ന് തന്നെ മലമുകളിൽ എത്തിച്ചു. കൃത്യമായി വഴി കിട്ടണമെങ്കിൽ വീണ്ടും പുഴയുടെ മറുകര കിടന്നാലും വഴിയിലേക്ക് എത്താൻ പിന്നെ ദുർഘടമാണ്. കാരണം ഉരുളുപൊട്ടി ഭയങ്കര അവിടെ വണ്ടി വന്ന് കൊണ്ടുപോയില്ല. ഇല്ല ഭയങ്കര ദുർഘടമാണ്. ആ ദുർഘടം ഈ റാണിമലയുടെ ഭാഗം വലിയ ദുർഘടമാണ്. ആ ദുർഘടമായ ഭാഗത്തുനിന്ന് പുഴയുടെ ചെരുവിലൂടെ വീണ്ടും ഇവരെ എടുത്തും മറ്റുള്ളവരുടെ സഹായത്തോടെ നടത്തി ഒക്കെ ആയിട്ട് മലയുടെ മുകളിലെത്തിക്കുകയും ഉരുളിന്റെ ആ എഫക്റ്റുള്ള മേഖല കഴിഞ്ഞ് ബാക്കി ഇവരെ നടത്തി എടുത്തുമാണ് കൊണ്ടുപോയത്. നമ്മൾ പിന്നെ വാഹനം ശരിക്കും അന്ന് മുണ്ടക്കയിൽ പോലും വാഹനങ്ങളൊന്നും എത്തുന്നില്ല. ഒരു വാഹനം അവിടെ എത്തുന്നില്ല. അക്കരെ പാർക്ക് അന്ന് മുണ്ടക്കയിലേക്കുള്ള മിലിറ്ററി പാലം, ബേലിപ്പാലം ഉണ്ടല്ലോ, അത് നിർമ്മിച്ചിട്ടില്ല. പാലത്തിന്റെ നിർമ്മാണം അന്നേരം പൂർത്തിയായിട്ടില്ല. ഒന്നുമില്ല. ബേലിപ്പാലത്തിന്റെ നിർമ്മാണം ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ബേലിപ്പാലത്തിന് വേണ്ടുന്ന സംഭവങ്ങൾ അവിടേക്ക് ട്രക്കിൽ വരുന്നേ ഉള്ളൂ. അന്നേരം ഫയർഫോഴ്സ് ഈ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഫയർഫോഴ്സിന്റെ ലാഡർ ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലം, അതായത് നമുക്ക് റെസ്ക്യൂ വർക്കേഴ്സിന് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് കിടക്കേണ്ടതായ, അത് പിറ്റേ ദിവസം മഴ പെയ്തപ്പോൾ അത് അതപ്പോൾ ആ ടൈമിൽ അവർ ചെയ്തത്. അപ്പൊ അതാണ് ഞങ്ങളെല്ലാം അങ്ങോട്ട് കിടക്കാൻ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് കിടക്കാൻ ഉപയോഗിച്ചത്. ആ സമയത്ത് JCB പോലുള്ള വലിയ സംവിധാനങ്ങൾ അവിടെ പണി തുടങ്ങിയിരുന്നു. ഇല്ല, JCB എത്തിയില്ല. ഞാൻ അതിൻ്റെ ഒരു ഫ്ലോപ്പായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ അതാണ്. കാരണം JCB അല്ലെങ്കിൽ മിഷനറി സംവിധാനങ്ങൾ അവിടെ എത്തിക്കാമായിരുന്നു. കാരണം നമുക്ക് അവിടെ പുഴയ്ക്ക് അക്കരെ റോഡുണ്ട്, നമുക്ക് നല്ല റോഡുണ്ട്. മുണ്ടക്കൈയിലേക്കും പുഞ്ചിരിമെട്ടിലേക്കും എല്ലാം റോഡുണ്ട്. പുഴ കടന്നാൽ JCB ഹിറ്റാച്ച് പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ നോർമലി ഉള്ള പുഴയിൽ വഴിയില്ലേലും പുഴ മുറിച്ച് കിടക്കാൻ ശേഷിയുള്ള സാധനങ്ങളാണ്. അതിൻ്റെ ഓപ്പറേറ്റർമാർ അതിന് പരിശീലനം സിദ്ധിച്ചവരാണ്, അല്ലെങ്കിൽ അതിന് പരിചയമുള്ളവരാണ് കിടന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ പെട്ടിമുടിയുടെ ഒക്കെ അനുഭവം വെച്ചാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ആ പുഴ മുറിച്ച് കടന്നാൽ പോകും. പിന്നെന്താ, അത് ഈസി ആയിട്ട് പുഴയിൽ അതിനാവശ്യമായ വഴി അത് തന്നെ ഉണ്ടാക്കും, അത് കടന്നു പോകും. പക്ഷേ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെയുള്ളവർ അതിന് തയ്യാറല്ല. പേടിച്ചിട്ടാകാം. നമുക്ക് അതാ സാറേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. ഒരു റെസ്ക്യൂ വർക്കിൽ ഒരാളൊരു കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ അല്ല നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നവിടെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് ഡേഞ്ചറസ് ആണ്, ഈ വർക്ക് ഡേഞ്ചറസ് ആണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ഒരാൾ മനസ്സുകൊണ്ട് ഷിരൂരിൽ സംഭവിച്ചത്. വലിയ മുങ്ങൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ വന്നിട്ട് അവരോട് മുങ്ങണം എന്ന് ആർക്കും കമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഉയർന്ന ഓഫീസർക്ക് പറ്റത്തില്ല. അതിനകത്ത് അതിൻ്റെ ഇതിനൊക്കെ ഉള്ള ഓരോ പ്രോട്ടോക്കോളും നിയമവശങ്ങളും ഉണ്ടല്ലോ. അത് പാലിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും അത് പാലിച്ചാൽ നമുക്ക് പല ജോബും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആ പ്രോട്ടോക്കോളിന് അപ്പുറത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ചില അവിടെയാണ് ഷിരൂര് ഈശ്വർ മാൽപ്പയെ പോലുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളി വരുന്നത്. ഞാനത് ചാനൽ ചർച്ചയിൽ ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നേവി ഉദ്യോഗസ്ഥന് കിട്ടുന്ന എക്സ്പീരിയൻസും രണ്ടും വ്യത്യസ്തമാണ്. അവരവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉറപ്പിച്ച് ഇൻഷുർ ചെയ്ത് ജീവനും അഥവാ അവരുടെ ജീവൻ പോയാൽ പോലും അവരുടെ കുടുംബത്തിനുള്ള വലിയ തുകയുടെ ഇൻഷുറൻസ് ഉൾപ്പെടെ കവറേജ് ചെയ്തിട്ടാണ് ഇവരിതിൻ്റെ പരിശീലനം ഉൾപ്പെടെ ഇത്തരം റെസ്ക്യൂ വർക്ക് ഉൾപ്പെടെ ചെയ്യുന്നത്. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളിയോ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോ ഒന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അവരൊരു മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അവിടെ ചിലപ്പോൾ പരിക്ക് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള ശ്രദ്ധയൊക്കെ കൊണ്ട് ഈ ചൂരൽമലയിൽ അങ്ങനെ മനുഷ്യത്വപരമായ ജോലി ചെയ്ത ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ സാർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ധാരാളം ആളുകൾ ഈ പറഞ്ഞ പോലെ, സാർ പറഞ്ഞതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പൈസ മുടക്കി ചെന്ന് സാറിനെ പോലെ വാഹനം ഓടിച്ച് അവിടെ ചെന്ന് ഇതിൽ പങ്കെടുത്ത് തിരിച്ചു പോരുന്ന ഒട്ടേറെ ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് വളരെ ശക്തമായി മാറ്റി നിർത്തപ്പെട്ടുവോ? അവിടെ അത് ഒരു കാരണമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു ഡിസാസ്റ്റർ മേഖലയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആളുകൾ, അത് റെസ്ക്യൂ വർക്കേഴ്സ് ആയിക്കോട്ടെ, അല്ലാതെയുള്ള കാഴ്ചക്കാരായിക്കോട്ടെ, ആരെയായാലും നിർത്തുന്നത് എപ്പോഴും അപകടകരമാണ്. കാരണം പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ്. മറ്റുള്ള ഡിസാസ്റ്റർ പോലെയല്ല. കാരണം 2 തവണ ഇപ്പം നമ്മൾ ചുരുൾമലയിൽ 2 ഉരുൾപൊട്ടലുണ്ടായി. രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് പ്രസക്തമായ ശക്തം കൂടിയത്. വേണമെങ്കിൽ മൂന്നാമതും ഉണ്ടാകാം എന്നുള്ളൊരു സാധ്യത അവിടെയുണ്ട്, ഇല്ലാതില്ല. അല്ലെങ്കിൽ ശക്തമായ മഴ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ അതിനടുത്ത സമയമോ പെയ്താൽ പുഴയിലെ വെള്ളം അതിവേഗം ഉയരുകയും ശക്തമായ ഒഴുക്കുണ്ടാകുകയും അനിയന്ത്രിതമായ പുഴയുടെ വശങ്ങളിലോ പുഴയുടെ തീരങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ എത്തപ്പെട്ട ആളുകൾ ചിലപ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മുൻ ഉരുൾപൊട്ടലിലെ ചെളിയും മറ്റു കാര്യങ്ങളും കൃത്യമായ ഒരു നടക്കാൻ വഴിയോ രക്ഷപ്പെടാൻ സാധ്യതകളോ ഇല്ലാത്ത സ്ഥലവും കൂടെയാണെന്ന് ഓർക്കണം. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ ആളുകൾ സ്വയം രക്ഷാപ്രവർത്തകരായിട്ട് അവിടെ എത്തുന്നതാണ്. പക്ഷേ അവരെ നിയന്ത്രണമില്ലാതെ പ്രവേശിപ്പിച്ചാൽ എല്ലാവരും ചെല്ലും, ഞാനും ചെല്ലും, സാറും ചെല്ലും, എല്ലാവരും അവിടെ ചെല്ലും. പക്ഷെ അങ്ങനെ ചെല്ലുന്നത് വീണ്ടും വേറെ വലിയൊരു അപകടത്തിലേക്ക്, ഒരു ദുരന്തത്തിന് അതൊരു നിയന്ത്രണം ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും നിയന്ത്രണം, അത് രക്ഷാപ്രവർത്തനം അല്ല അങ്ങനെ ചെല്ലുന്നത്. തന്നെയല്ല, കൃത്യമായിട്ട് നമ്മള് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ ചെണ്ടപ്പുറത്ത് പോലും വെക്കുന്നിടത്തൊക്കെ ഓടിയെത്തുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾ അവിടെ എത്തും. അവര് നല്ല മനുഷ്യരാണ്, അവരുടെ മനസ്സ് നല്ലതാണ്, നല്ല മനുഷ്യരാണ്. പക്ഷെ അത് അതിന്റെ റെസ്ക്യൂ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കറിയാം. ഇപ്പം ഞങ്ങളെ പോലെ സർവീസിന്റെ ഭാഗമായിട്ടുള്ളവരാണ്, ഡിഫൻസിന്റെ ആളുകളാണേലും അല്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് അവർക്കറിയാം. കാരണം ഒരു പരിധി വിട്ട ആളുകളെ അവിടെ കയറ്റിയാൽ ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കുറ്റം കൊണ്ടല്ല, ക്രൗഡ് എന്നുള്ളത് ഡിസാസ്റ്റർ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സംഭവമാണ്. സാർ, ഈ ഒട്ടേറെ മൃതദേഹങ്ങൾ ഇപ്പോൾ എണ്ണം പറയുന്നത് നമുക്ക് തന്നെ പേടിയാണ്, അല്ലേ? 400 മുകളിലാണ് ഔദ്യോഗിക കണക്ക്. അതിൻ്റെയൊക്കെ എത്രയോ മേളിൽ ആളുകൾ കാണാൻ, അല്ലെങ്കിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്, ആളുകൾ ഇനിയും കണ്ടു കിട്ടാനുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ദുസ്സഹമായ വാർത്തയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഓർക്കുകൂടി വയ്യ. സാറ് നേരിട്ട് ഏതെങ്കിലും ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ കാണാനിടയായി? നമ്മൾ എടുത്തു റിക്കവറി ചെയ്ത് പോകുന്ന ഇതാ കണ്ടുള്ളൂ. നമ്മൾ നേരിട്ട് ഒരു മൃതശരീരവും ഈ റിക്കവറി ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ റിക്കവറി പോയിന്റിലും മിലിറ്ററിയും ഫയർഫോഴ്സും അവിടെയുള്ള കൃത്യമായിട്ടുള്ള ഒരു വിന്യാസം അവിടെയുണ്ട്. അപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഫയർ സർവീസിലുള്ള ആളുകൾ, നാട്ടുകാരായിട്ടുള്ള സംഘങ്ങൾ, ഇവരെല്ലാം ഒരു കൂട്ടായ്മ ഓരോരോ പോയിന്റുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നു. ആ വർക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ബോഡികൾ കണ്ടെത്തുന്നുണ്ട്, അത് റിക്കവർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, നമ്മളത് നേരിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഉള്ളൂ. അതിനിടയ്ക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ബോഡി റിക്കവർ ചെയ്യാൻ കൂടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ അവിടെ ഇല്ല. കാരണം ആവശ്യത്തിലധികം വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ശരി, വോളണ്ടിയേഴ്സ് അവിടെ നന്നായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ ഉണ്ടായിരുന്നു, മിലിറ്ററിയുടെ ഉണ്ടായിരുന്നു, നേവിയുടെ ഉണ്ടായിരുന്നു, ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമുണ്ട്. അപ്പോൾ അവരെല്ലാം വളരെ വൈദഗ്ധ്യം കിട്ടിയവരാണ്. നിസ്സാര പരിക്കുകളൊട്ട് ഗുരുതരമായ പരിക്കുകളുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ എത്തിച്ചിരിക്കുന്ന ആശുപത്രി എന്ന് പറയുന്നത് മഞ്ചേരി ഉൾപ്പെടെ ഉണ്ടാവാം, നിലമ്പൂർ ഒക്കെ ഉണ്ടാവാം, മെഡിക്കൽ കോളേജ് കോഴിക്കോടിനും ഉണ്ടാവാം. പര്യാപ്തമാണെന്ന് സാർ കരുതുന്നുണ്ടോ? മിക്കവാറും ഒരു സീരിയസ് കാര്യങ്ങൾ ആദ്യത്തെ ആളുകളെ ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ള നിലയിൽ നമ്മുടെ മേപ്പാടിയിലുള്ള താലൂക്ക് ഹെഡ് ക്വാർട്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. മേപ്പാടി ഹോസ്പിറ്റൽ ഒരു സൗകര്യമുള്ളതാണ്, അവിടേക്കാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ആ പരിക്കിൻ്റെ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് കൽപ്പറ്റയിലെയും അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റു ജില്ലക്കകത്തുള്ള മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് 1.25 മണിക്കൂർ നേരം യാത്ര ചെയ്താൽ മതി. അതിലും കുറച്ചു, അത്രയും വേണ്ട. മേപ്പാടി കൽപ്പറ്റ അത്രയില്ല, എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ് യാത്രയുടെ കാര്യം. ബസ്സിന്റെ സമയം അങ്ങനെ പറയുന്നത് ഞാൻ പോയിരുന്നു, കൽപ്പറ്റ പോയെങ്കിൽ പോലും എനിക്കൊരു 40 മിനിറ്റ് യാത്രയുടെ കാര്യമുണ്ടോ. അതൊരു ആംബുലൻസിന് ഓടിയാൽ തന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന 30 മിനിറ്റ് താഴെ. പക്ഷേ മെഡിക്കൽ കോളേജ് ഇല്ലാത്തൊരു ജില്ലയാണ്. ഇല്ല, മെഡിക്കൽ കോളേജില്ല, ആ ജില്ലയിൽ മെഡിക്കൽ കോളേജില്ല. അപ്പം മറ്റേ ഒരു പക്ഷേ നമ്മുടെ സുൽത്താൻ ബത്തേരിയില് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കൽപ്പറ്റയാണല്ലോ ജില്ലാ ആസ്ഥാനം. കൽപ്പറ്റയാണല്ലോ. കൽപ്പറ്റയിൽ നിന്ന് പനമരം കൂടി തിരിഞ്ഞാണല്ലോ മാനന്തവാടിക്ക് പോകുന്നത്. അതെ, നേരെ നമുക്ക് മീനങ്ങാടി കൂടി ബത്തേരിക്കും പോവാം. ബത്തേരിക്കും പോവാം. അപ്പോ നല്ലൊരു ആശുപത്രിയുടെ അഭാവം ഉണ്ട് അവിടെ. തീർച്ചയായും. പണ്ട് വലിയ വിഷയം ഉണ്ടായിട്ടില്ല, പാമ്പ് കടിച്ച ഒരാളെ കൊണ്ട് കോഴിക്കൊണ്ട് പോയ കാര്യമൊക്കെ വലിയ വിവാദമല്ല. അതെ, അതാണ് നമ്മളത് ഇത്തരം ചർച്ചകളിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളം അല്ലെങ്കിൽ ശരിക്കും ഞാൻ പറയുവാണെങ്കിൽ കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മളൊരു വലിയ ഡിസാസ്റ്ററുകളെ ഓരോ പ്രദേശങ്ങളും, ഇപ്പോൾ ഷിരൂരാണേലും വയനാടാണേലും ഇടുക്കി ജില്ലയാണേലും എല്ലാം വലിയ ഓരോ ഡിസാസ്റ്ററിനെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ഇപ്പം വീണ്ടും ചർച്ചയിൽ ഇങ്ങനെ ഇതായി വരുന്നുണ്ട്, ആളുകൾക്ക് ഭീതിയുണ്ട്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ആ ഡിസാസ്റ്ററിനെ നമുക്ക് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട വിധം. ഡിസാസ്റ്ററിനെ നമുക്ക് തടയാൻ കഴിയത്തില്ല, ഡിസാസ്റ്ററിനുള്ള മുന്നൊരുക്കങ്ങളെ ചെയ്യാൻ കഴിയുള്ളൂ.
ആ മുന്നൊരുക്കങ്ങളിൽ ഈ ഹോസ്പിറ്റലുകളും മറ്റ് സംവിധാനങ്ങളും ഫയർഫോഴ്സിൻ്റെ അതായ കാര്യക്ഷമതയും മറ്റ് പ്രാദേശികമായ രക്ഷാസംഘങ്ങളുടെ ഏകീകരണവും ഇതെല്ലാം ഇതിൻ്റെ ഒരു തീർച്ചയായിട്ടും വലിയ സാറേ, മുല്ലപ്പെരിയാർ സാറ് കാര്യമാണ്. സൂചിപ്പിച്ചല്ലോ, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നു പോലുമില്ല. ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭയമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അതുണ്ടാക്കുന്ന ഒരു ഡിസാസ്റ്റർസ് അല്ലെങ്കിൽ അത് ഒരു മാനേജ്മെന്റിലൂടെ ഒന്നും പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, നഷ്ടമായിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് നമുക്ക് വേറൊരു വിഷയമാക്കാം തീർച്ചയായിട്ടും. കാരണം അതൊരു വല്ലാത്ത അവസ്ഥയായാണ്, ഒരു ജലബോംബായി നിലനിൽക്കുകയാണ്. നിൽക്കട്ടെ, അധികാരികൾക്ക് എന്തോ അതിനോട് ഇപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ അവർ സമീപിക്കുന്നില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം സാർ. സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്. അത് നമുക്ക് അടുത്തൊരു ചർച്ചയ്ക്ക് എടുക്കണം മുല്ലപ്പെരിയാർ. തീർച്ചയായിട്ടും ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഏതെങ്കിലും സന്ദർശിക്കാൻ കഴിഞ്ഞോ സാർ? ദുരിതാശ്വാസ ക്യാമ്പ് മേപ്പാടിയിലാണ് പ്രധാനമായിട്ടും നിൽക്കുന്നത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, LP സ്കൂള്, UP സ്കൂള്, ഇതെല്ലാം അവിടെയുള്ള മുസ്ലിം പള്ളികൾ ഒക്കെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള സാധ്യമായ എല്ലാ സ്ഥലങ്ങളും ഏറ്റവും പ്രധാന ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും അതിനോടനുബന്ധിച്ചുള്ള ഇതായിരുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് അവിടുത്തെ ആ ഹോസ്പിറ്റലും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പിനകത്തേക്ക് ഞാൻ കടന്നില്ല. കാരണം ക്യാമ്പിലേക്ക് അനിയന്ത്രിതമായ തിരക്കുണ്ടായിരുന്നു. ക്യാമ്പിൽ പോകണമെന്ന് കരുതി ഞാൻ ഒരു ദിവസം ഈവനിങ് അവിടെ ചെന്നെങ്കിൽ പോലും ഞങ്ങളുടെ ടീം അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ പ്രാദേശികമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പരമാവധി അവിടെ ചെല്ലാതിരിക്കുന്നതാണ് ഉചിതം. ഏതാണ്ട് 10,000-നടുത്ത ആളുകളുണ്ടായിരുന്നു. 10,000-നടുത്ത ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിൽക്കുന്നത്. അവരുടെ അവസ്ഥ സാറൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ ഉറ്റവരില്ല, ഉടയവരില്ല, അവരുടെ കയ്യിൽ ചില്ലി കാശില്ല. അവർക്ക് ഇപ്പോൾ വെയിലൊക്കെ ആയിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവരുടെ ബന്ധു വീട്ടിലേക്കൊന്ന് പോകണമെങ്കിൽ ബസ് കാശിന് അവരുടെ പോക്കറ്റിൽ കാശില്ല. അത്രമാത്രം ദുരിതം അനുഭവിക്കുകയാണ് അവർ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്കൊരു തുക അവരുടെ പേഴ്സണലായിട്ട് എത്തിക്കാനും അവർക്ക് അത്യാവശ്യത്തിന് വേണ്ട വിനിമയം, ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറുടെ മുന്നിൽ ക്യൂ നിന്ന് ചെക്ക് വാങ്ങാനോ അല്ലെങ്കിൽ കാശ് ഒപ്പിട്ട് വാങ്ങാനോ ഒന്നും കഴിയുന്ന അവസ്ഥയായിരിക്കില്ല അത്. അപ്പോൾ ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾ ആദ്യമേ തന്നെ ഇല്ലേ സാർ പരിഹരിക്കേണ്ട ഒരു അവസ്ഥ. അതിൽ വേണ്ടത് ഭക്ഷണം മാത്രം പോരാ. അവർ വേണ്ടത് ഗവൺമെന്റ് അങ്ങോട്ട് ചെല്ലണം. അതെ, അല്ല ഗവൺമെന്റ് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ മറ്റ് ഭരണ സംവിധാനങ്ങളിലേക്കോ ജനങ്ങൾ വരിക എന്നുള്ളത് ഇതിൽപ്പെട്ട ഇരകൾ അല്ലെങ്കിൽ ഇതിൽപ്പെട്ട ഉരുൾപൊട്ടലിൽപ്പെട്ട ദുരിതം അനുഭവിക്കുന്നവർ എത്തുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. ഭരണ സംവിധാനം, ഉദ്യോഗസ്ഥ സംവിധാനം ഇതിനെ ഏകോപിപ്പിക്കാനുള്ളത് ഇനി എത്തണമെങ്കിൽ പോലും സാർ അവർ ഒറ്റയ്ക്ക് അവരുടെ ദേഹം മാത്രമേ എത്തൂ. അവരുടെ കയ്യിൽ ഒരു റെക്കോർഡും ഇല്ല. അവരുടെ കയ്യിൽ ഈ പറഞ്ഞു പോയത് ആധാർ കാർഡ് പോലും ഇല്ല. അവരൊരു പൗരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഭൂമിയുടെ രേഖയില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത, വിദേശത്തേക്ക് പോകുന്നതിന്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഉടുതുണി പോലും നഷ്ടപ്പെട്ടത് ശരി, അതാണ് ഉടുതുണി ഇല്ല. അപ്പൊ അതാണ് അവരിൽ ചെയ്യേണ്ട ഈ ദുരന്ത മുഖത്തുനിന്ന് ഇത്തരം ദുരന്ത മുഖത്തുനിന്ന് രക്ഷപ്പെടുന്നവർക്ക് അവർക്ക് ഉടുത്തിരുന്ന വസ്ത്രം പോലും ഇല്ല. അവർ ജനിച്ച രീതിയിലാണ് അവർ. കാരണം എനിക്കത് നേരിട്ട് അറിയാം. നമ്മുടെ പെട്ടിമുടിയിലൊക്കെ രക്ഷപ്പെട്ട ആളുകൾ വസ്ത്രമില്ലാതെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഉടുത്ത തുണി പോലും ഇല്ലാതെയാണ്. അതിവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവരെ തിരിച്ച് ജീവിതത്തിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു വലിയ, അതിന് പരിധികളില്ല, അതിനപ്പുറമുള്ള ഒരു വലിയ ഇടപെടൽ. അല്ല ഉദ്യോഗസ്ഥരെന്നോ അല്ലെങ്കിൽ ഭരണകൂടമെന്നോ സംവിധാനമൊന്നുമല്ല, ഒരു മനുഷ്യത്വപരമായ ഹൃദയത്തിനകത്തു നിന്നുണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, അത് വെച്ച് ഇവരോട് നമ്മൾ ഇടപെടുകയും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യും, അവർക്ക് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുകയും വീട് വെച്ച് നൽകുകയും ശേഷിക്കുന്നവരുടെ സാഹചര്യം അനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണ്ടവർക്ക് വിദ്യാഭ്യാസവും ചികിത്സ വേണ്ടവർക്ക് ചികിത്സയും ആ തരത്തിലേക്കുള്ള പരിധിയില്ലാത്ത നമ്മളൊരു പരിധി നിശ്ചയിക്കാത്ത ഒരു വിക്ടിമിന് ഇത്ര രൂപ എന്നുള്ള ഒരു പരിധി നിശ്ചയിക്കാത്ത ആവശ്യമായ തുക കൊടുത്ത് അല്ലെങ്കിൽ സംവിധാനം ഒരുക്കി ഗവൺമെന്റ് അവരുടെ കൂടെ നിൽക്കുക, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അത് അതിജീവനത്തിന് പ്രേരിപ്പിക്കുക, മുഖ്യധാരയിൽ എത്തിക്കുക. ഇതൊക്കെയാണല്ലോ സാർ പ്രധാനപ്പെട്ട കാര്യം. സമയത്തിന്റെ പരിമിതി നമുക്കുണ്ട്. എന്നാൽ പോലും സാർ ഈ പുഞ്ചിരിമെട്ട്, റാണിമല ഒക്കെ സാർ പറഞ്ഞല്ലോ, അവിടെ നിന്നാണ് ഒരു ചാല് കയറി പിന്നീട് ചാലായി അരുവി ആയി ഒഴുകി ഈ മേപ്പാടി വഴി ഈ ചാലിയാർ ഒഴുകി വരുന്നത് അല്ലേ? അവിടെ നിന്ന് മേപ്പാടിയിലേക്ക് എത്തുന്നില്ല. മേപ്പാടി വരുന്നത് ചൂരൽമല എന്ന് പറയുന്നത് അതിന്റെ ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു ലോവസ്റ്റ് പോയിന്റ് ആണ് ചൂരൽമല. ചൂരൽമലയിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് വീണ്ടും പുഴ ഒഴുകുമ്പോൾ നമ്മുടെ ടൂറിസത്തിലൊക്കെ വളരെ ഇതായിട്ടുള്ള സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് എത്തും. ഞാൻ സൂചിപ്പാറ വാട്ടർഫാൾസിൽ വരെ ഞാൻ പോയിരുന്നു. സൂചിപ്പാറ വാട്ടർഫാൾസ് അവിടെയുള്ളവർ പറയുന്ന 300 അടിയോളം താഴ്ചയിലേക്ക് തൂക്കിന് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. സൂചിപ്പാറ വാട്ടർഫാൾസിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ജനവാസ മേഖല എന്ന് പറഞ്ഞാൽ വനപ്രദേശവും കഴിഞ്ഞ് ജനവാസ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലമ്പൂരിന്റെ പോത്തുകല്ല് ഭാഗം,
അതുപോലെ തന്നെ അതിനിടയ്ക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. എനിക്ക് എല്ലാ പേരുകളും ഒന്നും അത്ര നിശ്ചയമില്ല ആ പ്രദേശത്ത്. സാർ പോത്തുകല്ല് വരെയൊക്കെ ഏതാണ്ട് 10-22 കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ വനപ്രദേശത്ത്. വനപ്രദേശത്തുള്ള നമുക്ക് കുറേ മൃതശരീരങ്ങൾ കിട്ടിയത് പോത്തുകല്ല് ഭാഗത്ത് നിന്നാണ്. പോത്തുകല്ല് ഭാഗത്തുനിന്ന്. പോത്തുകല്ല് ഭാഗത്തുനിന്നും എല്ലാം നമുക്കറിയാലോ, വനാന്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം. പോത്തുകല്ല് ഭാഗമൊക്കെ മലപ്പുറം ജില്ലയുടെ ഭാഗമാണ്. മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലാണ് അത്. ചാലിയാറാവണം. ചാലിയാർ അവിടെ എത്തുമ്പോഴേക്കും വീതി വല്ലാതായി വലിയ 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 പുഴയാണ്. പുഴയാവും. ഞാൻ ചാലിയാർ നേരിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട്. പോത്തുകല്ല് മുറിച്ച് കടന്നിട്ടുണ്ട്. അതെ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭൂതാൻ പ്രദേശമാണ് അതിന്റെ അക്കരെ. ഓ ഇത് കടന്നു കഴിഞ്ഞാൽ പോത്തുകല്ലിൽ. അപ്പം അവിടെ ഇപ്പം ഇന്നലെ ഇന്നും ഒക്കെ നമ്മുടെ മിലിറ്ററിയുടെ മറ്റു രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിലൊക്കെ പോയി സെർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സൂചിപ്പാറ വാട്ടർഫാൾസിന്റെ നേരെ താഴെ പോയി ഇറങ്ങുന്നതിനും അവിടെ തെരച്ചിൽ നടത്തുന്നതിനും ഒക്കെ അവിടെയൊക്കെ ചില അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇത് നമുക്ക് ഇവിടെ ഒരു ചിന്തിച്ച് എടുക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറം ഈ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും എല്ലാം ശരീരഭാഗങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഈ പുഴയിലേക്ക് എത്തിച്ചേരുന്ന മറ്റ് ചെറു കൈവഴികൾ അല്ലെങ്കിൽ ചെറു തോടുകൾ, ഇതിലേക്കെല്ലാം ജലത്തിന്റെ ഉയരം വളരെ ഉയർന്ന തോതിലുള്ള ജലപ്രവാഹം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ചിലപ്പം വൃക്ഷങ്ങളുടെ മേളിലോ എവിടെയെങ്കിലുമൊക്കെ ആവും ശരീരഭാഗങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. കാരണം അത്തരം അനുഭവങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കാം. അപ്പോൾ തെരച്ചിൽ അതിൻ്റെ ഏറ്റവും പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ട് ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കൂട്ടം ആളുകളുടെ സേവനം വിവിധ തലങ്ങളിൽ വിന്യസിക്കണം. തിരയാൻ പോയ പല ആളുകളും കാട്ടിലകപ്പെട്ടു സാർ. ആ വാർത്ത വായിച്ചു. പല വട്ടം കാട്ടിലകപ്പെടുകയും രാത്രി മുഴുവനും പാറപ്പുറത്തും വൃക്ഷച്ചുവട്ടിലും ഒക്കെ. അതും ആനയൊക്കെ ഉള്ളതാണ്. ആനയും മറ്റ് ഹിംസ്ര ജന്തുക്കളും ഒക്കെ ഉള്ള സ്ഥലത്ത് അവർ ഒറ്റപ്പെടുകയും അവരെ പിന്നെ സൈന്യവും പോയാണ് രക്ഷിച്ചുകൊണ്ട്. ഇതിനിടയിൽ മറ്റൊരു ദുരന്തമാണത്. അതെ, കാരണം അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയോ വീണു പരിക്കേക്കാം. കാരണം നമ്മുടെ ഓരോ ചുവടും അപകടത്തിന്റെ മുൾമുനയിൽ നിന്നാണ് ഇത്തരം സെർച്ച്. പ്രത്യേകിച്ച് പാറകളൊക്കെ ആൾതാമസമില്ലാതെ ആളനക്കമില്ലാതെ കാലനക്കമില്ലാതെ കിടക്കുന്ന ഈ പാറപ്പുറങ്ങളൊക്കെ വല്ലാതെ വഴുക്കലുള്ളതാണ്. അവിടെയാണ് സാർ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തകന്റെ വിജയം എന്ന് പറയുന്നത് അതിനെ അതിജീവിക്കുന്നിടത്താണ്. കാരണം ഇതിനെ മുന്നേ അവൻ മനസ്സിലാക്കുന്നു, അതിന്റെ മുൻകരുതലെടുക്കുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഒരു വീണ് പോലും ഒരു കാര്യം അല്ലെങ്കിൽ ഉണ്ടാവരുത് റോപ്പുകളിൽ തൂങ്ങി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. ഈ പരിശോധനയുടെ ഒരു ഘട്ടത്തിലും ഈ രക്ഷാപ്രവർത്തകർക്ക് പരിക്ക് പറ്റുക. കാരണം നമ്മളൊരു 10 പേരടങ്ങുന്ന സംഘം ഒരു രക്ഷാപ്രവർത്തനമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് പറ്റുന്ന ഒരു ചെറിയ പരിക്ക് പോലും ആ 10 പേരുടെയും മാനസികാവസ്ഥയെ ബാധിക്കും. അതാണ് അതിൽ ഏറ്റവും വലിയ. അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പിന്നെ കിലോമീറ്റർ നടക്കുക. അപ്പോൾ ഞങ്ങൾ പെട്ടിമുടിയിലൊക്കെ എൻ്റെ അനുഭവം വെച്ചാണെങ്കിൽ NDRFിലൊക്കെ ആളുകൾക്ക് പല അവസരത്തിൽ പല ഘട്ടത്തിൽ പലതരം പരിക്കുകളും അവരെ നമ്മൾ വനത്തിനുള്ളിൽ 8-10 കിലോമീറ്റർ ഒന്നുകൊണ്ട് രക്ഷപ്പെടുത്തേണ്ട സാഹചര്യമൊക്കെ പെട്ടിമുടിയിലൊക്കെ എനിക്കുണ്ടായി. അപ്പം ഒരിക്കലും നമ്മുടെ കൂടെയുള്ള ഒരാളുടെ കാല് തട്ടി മുറിയാൻ പോലും ഉള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുണ്ടാവാതിരിക്കുന്നിടത്താണ് രക്ഷാപ്രവർത്തനം ആദ്യം വിജയിക്കുന്നത്. അത്തരം ഒരു ടീമിനെയും കൊണ്ട് പോയി ഇത്രയേറെ ദിവസങ്ങൾ, 1 ദിവസമോ 2 ദിവസമോ 4 ദിവസമോ അല്ല, ഇപ്പം തന്നെ നമുക്കറിയാം ഏതാണ്ട് 10ഓളം ദിവസത്തിലായി. കാരണം ചൊവ്വാഴ്ച നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വ്യാഴാഴ്ചയായി. അപ്പോൾ അത്രയേറെ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു വലിയ മികവ് അതിനകത്ത് വേണം. അതുപോലെ തന്നെ പരിശീലനം സിദ്ധിച്ച ആളുകളുടെ മിലിറ്ററി പോലുള്ള ഫോഴ്സുകളുടെയൊക്കെ അതിൽ ഉണ്ട്. നമ്മുടെ കേരള സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എവിടെ എന്ത് ദുരന്ത മേഖലയിലാണെങ്കിലും അവർ ഒന്നിച്ചെത്തും. കാരണം അവരെ നിങ്ങൾ ഇത്ര പേര് 50 പേര് വന്നാൽ 10 പേര് മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വരും. നാം ഒന്നാണ്, കേരളം ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ചില സന്ദർഭങ്ങൾ കൂടിയാണ്. നിർഭാഗ്യവശാൽ അതില്ലാതെ പോയത് ഷിരൂരിലാണ്. ആ ഇല്ലായ്മയാണ് ശരിക്കും ഷിരൂരിലേക്കുള്ള എൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയത്. കാരണം കേരളത്തിൽ നിന്ന് എന്നാലും കുറെ പേര് അവിടെ എത്തിയിരുന്നു. സാറിനെ പോലെ ആഗ്രഹിച്ചു അല്ലാത്തവരൊക്കെ എത്തിയിരുന്നു. സാർ സമയത്തിന്റെ പരിമിതമാണ്, എന്നാലും സമയം കടന്നു പോയിരിക്കുന്നു. ഈ ഒരു വിഷയം പ്രത്യേകിച്ച് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ഈ തരത്തിലുള്ള ദുരന്തം. മറ്റൊന്ന് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച് ലോക ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കൊണ്ടാണ് നമ്മൾ സമയം കടന്നും നമ്മൾ ഇരുന്നത്. സാറിന് ഇനിയും പറയാൻ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അനുഭവിച്ച ആളെന്ന് അറിയില്ല. തീവ്രമായ അനുഭവങ്ങളാണ് സാറ് പങ്കുവയ്ക്കുന്നത്. സാറിൻ്റെ നേരിട്ട ഈ അനുഭവങ്ങളാണ് ജനങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്, ജനങ്ങൾ കാണേണ്ടത്. അതുകൊണ്ടാണ് സാറിനെ തന്നെ പ്രത്യേകം കാഴ്ചപ്പാടിലേക്ക് വിളിച്ചതും. വീണ്ടും നമുക്ക് ഇരിക്കണം സാർ, വീണ്ടും ഇരിക്കണം. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയതിനും ഈ വിഷയങ്ങളെ അഗാധമായി സ്പർശിച്ച് സംസാരിച്ചതിന് നന്ദി. വരട്ടെ ദുരിതങ്ങൾ കേരളത്തിനുമേലും, ചിരിക്കാൻ മറക്കാതെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. വൈലോപ്പിള്ളിയുടെ ഈ വരികളാണ്
ഏത് ദുരന്തം കഴിയുമ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുക. ദുരന്തം കഴിഞ്ഞ് 10 നാൾ പിന്നിടുമ്പോൾ വലിയ ഏകോപനം അവിടെ ദുരന്തമുഖത്ത് നടക്കുന്നുണ്ട്. പുനരധിവാസത്തിന് വേണ്ടി തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഹതഭാഗ്യരായ ആളുകളെ പുനരധിവസിപ്പിക്കുക ക്ഷിപ്രസാധ്യമായ ഒന്നല്ല. വലിയ ആസൂത്രണം അതിൻ്റെ പിന്നിൽ വേണ്ടി വരും. വലിയ ബുദ്ധിയും പണവും ഒക്കെ അതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. എത്രയും വേഗം ഇതെല്ലാം ഏകോപിപ്പിച്ച് ഈ ഹതഭാഗ്യരായ മനുഷ്യർക്കൊരു ജീവിതമുണ്ടാക്കുക, അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യത്തോടെ കാണേണ്ടത്. നന്ദി, നമസ്കാരം.